നമസ്കാരം. വി ഡി സതീശനെ കുടുക്കി എ കെ ആന്റണി. എ കെ ആന്റണിയെയും വി ഡി സതീശനെയും കുടുക്കി കെ എൻ ബാലഗോപാൽ. യു ഡി എഫിനെ നോക്കിയപ്പോൾ ജനം ഇങ്ങനെ ചോദിക്കുകയാണ്: എവിടെ വനിതകൾക്ക് സൗജന്യ യാത്ര? എവിടെ ഞങ്ങളുടെ 3000 രൂപ പെൻഷൻ? എവിടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ 1000 രൂപ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ പുതിയ സർക്കാർ നേരിടുകയാണ്, യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നേരിടുകയാണ്. അപ്പോൾ ഇന്നലെ സതീശനും എ കെ ആന്റണിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ച നടത്തിയ ശേഷം എ കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പെരുനുണ, ആ നുണയാണ് ഇപ്പോൾ യു ഡി എഫിന് വലിയ വിനയായി മാറിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് ഇന്നലെ എ കെ ആന്റണിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എ കെ ആന്റണിയുടെ ആദ്യം തന്നെ ആ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. കേരളം സാമ്പത്തികമായി തകർന്നു തരിപ്പണമായിരിക്കുകയാണെന്നും കരകയറ്റാൻ വി ഡി സതീശന് സാവകാശം നൽകണമെന്നും തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. വി ഡി സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. കുറച്ച് മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരും. ശ്രദ്ധിക്കണം, കുറച്ച് മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരും, കുറച്ച് കയ്പ് നീര് കുടിക്കേണ്ടി വരും. പാപ്പരായ സംസ്ഥാനമാണ്. 2001 10 ഇരട്ടി കൂടുതൽ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ സംസ്ഥാനമാണ്. കരകയറ്റാൻ കുറച്ച് സാവകാശം വേണം എന്ന് ആരാണ് പറയുന്നത്? എ കെ ആന്റണി പറയുകയാണ്. സത്യത്തിൽ ഇതൊരു പാപ്പരായിട്ടുള്ള സംസ്ഥാനമാണ്. എന്തു പെരുന്നുണയാണ് യു ഡി എഫ് പറയുന്നത്. 1.25 കോടി ലക്ഷം രൂപ തനത് വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്തായാലും എ കെ ആന്റണിയുടെ പ്രതികരണത്തിന് ശേഷം കെ എൻ ബാലഗോപാൽ എന്താണ് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് തുറന്നു കാട്ടിയിട്ടുണ്ട്. മുൻ ധനവകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. കേരളം പാപ്പരായ സംസ്ഥാനമാണെന്ന ശ്രീ എ കെ ആന്റണിയുടെ വാദം അങ്ങേയറ്റം വസ്തുതാവിരുദ്ധവും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ളതുമാണ്. വസ്തുതകൾ മനസ്സിലാക്കി അദ്ദേഹം തന്നെ പ്രസ്താവന തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ 95% കാര്യങ്ങളും ഉത്തരവാദിത്തോടെ പൂർത്തീകരിച്ച സർക്കാരാണ് ചുമതല ഒഴിഞ്ഞത്. ഈ പ്രവർത്തനങ്ങൾക്കാകെ വേണ്ടിവന്ന പണം യാതൊരു തടസ്സവുമില്ലാതെ ഖജനാവിൽ നിന്ന് ധനവകുപ്പ് അനുവദിച്ചു നൽകുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി വാർഷിക ചെലവ് 1.72 ലക്ഷം കോടി രൂപയാണ്. 2025-26 സാമ്പത്തിക വർഷം മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത് 2 ലക്ഷം കോടി രൂപയിലധികമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ശരാശരി 7000 കോടി രൂപയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശരാശരി 1.15 ലക്ഷം കോടി രൂപയുമായിരുന്നു സംസ്ഥാനത്തിന്റെ വാർഷിക ചെലവ്. കേന്ദ്രം നാനാവിധത്തിൽ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിച്ചപ്പോഴും ഒരു ദിവസം പോലും ട്രഷറി പൂട്ടുകയോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുകയോ ചെയ്തിട്ടില്ല. സർക്കാർ ചുമതല ഒഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ ഒരു ഗഡു പോലും കുടിശ്ശിക ഉണ്ടായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും മുഴുവൻ DAയും DR-ഉം അനുവദിച്ചു നൽകി. DA DR മുൻകാല കുടിശ്ശിക 8 തുല്യ ഗഡുകളായി നൽകാൻ നടപ്പു വർഷത്തെ ബഡ്ജറ്റിൽ പണം വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാന ഖജനാവിൽ നിന്നും പ്രതിമാസം 125 കോടിയോളം രൂപ കൊടുത്താണ് KSRTC-ക്കാരുടെ ശമ്പളവും പെൻഷനും നൽകി വരുന്നത്. എല്ലാ മാസവും 1-ാം തീയതി തുടർച്ചയായി KSRTC-ക്കാർക്ക് ശമ്പളം മുടക്കമില്ലാതെ നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. സംസ്ഥാനത്ത് 20 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ ധനസഹായമായും തൊഴിലന്വേഷകരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് 1000 രൂപ കണക്ട് വർക്ക് സ്കോളർഷിപ്പായും കൃത്യമായി നൽകി. പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ സ്കോളർഷിപ്പുകളും മറ്റും അടിസ്ഥാന മേഖലകളിലെ വിഹിതങ്ങളും മുടക്കമില്ലാതെ നൽകി. സംസ്ഥാനത്തിന്റെ പൊതുകടമാകട്ടെ 5 വർഷം കൊണ്ട് 5% കുറയുകയും ചെയ്തു. 2021 39% സംസ്ഥാന കടം ഇന്ന് 34% താഴെയാണ്. കണക്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ പോലും കേരളമില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച ധന ദൃഢീകരണം എന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം പരിഗണിക്കപ്പെടുന്നുണ്ട്. തനത് വരുമാനം വർദ്ധിപ്പിച്ചും വരവ് ചെലവുകൾ മികച്ച രീതിയിൽ മാനേജ് ചെയ്തുമാണ് ഈ നേട്ടത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിഞ്ഞത്. 5 വർഷം കൊണ്ട് 47,000 കോടിയിൽ നിന്നും 1 ലക്ഷം കോടിയിലേക്ക് സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കേന്ദ്രം സംസ്ഥാനത്തിന് ന്യായമായും നൽകേണ്ട വിഹിതം വെട്ടിക്കുറച്ചില്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഏറ്റവും മികച്ചതാകുമായിരുന്നു. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരളം ഉയർത്തിയ പ്രതിരോധം രാജ്യം ഏറ്റെടുത്ത കാലം കൂടിയാണ് കടന്നുപോയത്. അർഹമായ കേന്ദ്രവിഹിതം നിവർത്തിച്ചു കിട്ടാൻ സുപ്രീം കോടതിയിൽ കേരളം കേസ് നൽകി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പാർലമെന്റിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കേരളത്തിന്റെ ചുവട് പിടിച്ച് തമിഴ്നാടും കർണാടകയും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ധനവിതരണത്തിന്റെ അസന്തുലിതത്വത്തിനെതിരെ രംഗത്ത് വന്നു. 5 വർഷമായി സംസ്ഥാന സർക്കാർ നിരന്തരം നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായി 16-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലുള്ള കേന്ദ്ര വിഹിതത്തിൽ വർധനവ് വരുത്തുകയുണ്ടായി. സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്ന ഡിവിസിബിൾ പൂളിൽ 1.925% കേരളത്തിന്റെ വിഹിതം ഇപ്പോൾ 2.382% വർദ്ധിച്ചിരിക്കുകയാണ്.
ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൽ 5 വർഷക്കാലം നടത്തിയ നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഈ വർധനവ് നമുക്ക് ലഭിച്ചത്. ഓരോ വർഷവും ചുരുങ്ങിയത് 10,000-ലധികം കോടി രൂപയാണ് ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ അധികമായി വരാൻ പോകുന്നത്. 2026 മുതൽ 2031 വരെയുള്ള ഈ നിരക്ക് വർധനയുടെ ഗുണഭോക്താക്കൾ പുതിയ UDF സർക്കാരാണ്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ ഇതിലൂടെ അധികമായി ഖജനാവിലെത്തും. ഏതു നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവാണ് പുതിയ സർക്കാരിന് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 4,000 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ചുമതലയേറ്റെടുത്തപ്പോൾ അവർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന സാമ്പത്തിക ഉത്തരവാദിത്വവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പുതിയ UDF സർക്കാരിന് മുന്നിലുള്ളവ ചെറുതാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുകയും രാജ്യത്തെ തന്നെ ഏറ്റവും സമഗ്രമായ ക്ഷേമ പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സർക്കാരുകളാണ് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. രണ്ടാം പിണറായി സർക്കാർ മാത്രം ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് 50,000 കോടി രൂപയിലധികമാണ്. അധികാരത്തിൽ ഇരുന്നപ്പോഴൊക്കെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാക്കിയും സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തച്ചും തകർത്തും വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കിയും സംസ്ഥാനത്തെ പിന്നോട്ടടിച്ച പാരമ്പര്യമാണ് UDF സർക്കാരിനുള്ളത്. അധികാരം ഏറ്റെടുത്ത ദിവസം തന്നെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന നിലയിൽ നടത്തിയ പ്രസ്താവന ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് പിൻവലിയാനുള്ള മുൻകൂർ ജാമ്യമായി കണക്കാക്കാവുന്നതാണ്. ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച എല്ലാ വാഗ്ദാനങ്ങളും ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കുകയും അത് സംബന്ധിച്ച് ജനസമക്ഷം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്ത സർക്കാരുകളാണ് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. ആ സർക്കാരിന്റെ തുടർച്ചയായി വന്ന UDF സർക്കാർ തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിൻവാങ്ങി ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന നിലയിൽ വേണം ശ്രീ AK ആന്റണിയുടെ പ്രസ്താവനയെ കാണാൻ എന്നാണ് പറയുന്നത്. അതായത് ഖജനാവിൽ ഒരു പട്ടിയും പെറ്റുകിടക്കുന്നില്ല, ഖജനാവിൽ നല്ല രീതിയിൽ തന്നെ പണമുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ പണം ഉപയോഗിച്ച് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കില്ല എന്നല്ലേ സത്യത്തിൽ UDF പറഞ്ഞു വെക്കുന്നത്. UDF ഏത് രീതിയിലുള്ള പല സുന്ദരമോഹന വാഗ്ദാനങ്ങളാണ് മുന്നോട്ടേക്ക് വെച്ചത്. ഇപ്പോൾ പറയുന്നു അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുടങ്ങും, ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങും. എന്നാൽ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഇതൊക്കെ കൊടുത്തിരുന്നത് അവർക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്കെച്ചും പ്ലാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സർക്കാരിന് നല്ല രീതിയിൽ അവർ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കാനും പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാനും കഴിഞ്ഞത്. എന്നാൽ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു പ്രകടന പത്രികയായിരുന്നു UDFന്റേത്. UDFന്റെ പ്രകടന പത്രിക ഈ കേരളത്തെ ഉച്ചൂടും തകർക്കുന്ന ഒരു പ്രകടന പത്രികയായിരുന്നു. എന്നിട്ടും ജനങ്ങൾ അതിൽ വീണു. എന്തായാലും പിണറായി സർക്കാരിനേക്കാൾ മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണല്ലോ VD സതീശനും സംഘവും പറഞ്ഞത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ പറയുന്നു, അയ്യോ ഇനി പെട്ടെന്നൊന്നും നടക്കില്ല, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എന്ന് പറയുകയാണ്. 18 മാസം കുടിശ്ശിക വരുത്തിയ ഒരു സർക്കാരായിരുന്നു, ഏത് പെൻഷൻ കുടിശ്ശിക വരുത്തിയ ഒരു സർക്കാരായിരുന്നു UDF സർക്കാർ. നമ്മുടെ എല്ലാ മേഖലയും തച്ചുടച്ച ഒരു സർക്കാരായിരുന്നു UDF സർക്കാർ. ഇരുണ്ട കാലമെന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാരിന്റെ കാലഘട്ടത്തെ ജനങ്ങൾ വിശേഷിപ്പിച്ചത്. എന്നിട്ടും UDF വരട്ടെ എന്ന് പറഞ്ഞത് UDFനോടുള്ള മമത കൊണ്ടല്ല, ഒരു ചേഞ്ച് അത് ആവശ്യമാണല്ലോ എന്നായിരുന്നു. പലരുമായി സംസാരിച്ചപ്പോൾ, പല വോട്ടർമാരായിട്ടും സംസാരിച്ചപ്പോൾ, ജെൻസി വിഭാഗങ്ങളായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലായത് എന്തായാലും ഒരു ചേഞ്ച് അനുഭവിച്ചറിയട്ടെ എന്നല്ലാതെ എന്ത് പറയാനാണ്. പക്ഷേ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു ദൗത്യം അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. കാരണം താങ്കൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ്. ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് KSRTCയിൽ യാത്ര ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ യാത്ര ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി വനിതകളുണ്ട്. അവർക്കൊക്കെ യാത്ര ചെയ്യണ്ടേ സതീശ? ആ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ നമുക്ക് ക്യാമറയിൽ പകർത്തണ്ടേ സതീശ? അതിനൊരു അവസരം തരുമോ സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.